ഏവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഈ പ്രഭാതത്തിൽ യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില മനുഷ്യരെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അതിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് സംശയിക്കുന്ന മനുഷ്യൻ. ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. അവൻ കർത്താവിൽ നിന്ന് ഒന്നും പ്രാപിക്കാം അല്ലെങ്കിൽ പ്രാപിക്കും എന്ന് നിരൂപിക്കരുത്, ചിന്തിക്കരുത്. എന്ന് പറഞ്ഞാൽ കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന കൽപ്പനകളോ അല്ലെങ്കിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിലോ അല്ലെങ്കിൽ നാം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലോ സംശയിക്കാൻ പാടുള്ളത് അല്ല. അപ്പൊ കടൽത്തിര ഒരിക്കലും അടങ്ങുന്നില്ല, തിര ഒരിക്കലും അടങ്ങുന്നില്ലല്ലോ. ഇതുപോലെ സംശയ വിചാരങ്ങൾ ഒരിക്കലും നീങ്ങിപ്പോകുന്നത് അല്ല. നമുക്കറിയാം, നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാരിൽ പലരും സംശയിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അവരെ പലപ്പോഴും കർത്താവ് അല്പവിശ്വാസികളെ എന്നാണ് വിളിച്ചിട്ടുള്ളത്. അവരെ എവിടെ കർത്താവ് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അല്പവിശ്വാസികളെ എന്നാണ് സംബോധന ചെയ്തിട്ടുള്ളത്. കാരണം സംശയിക്കുന്നതുകൊണ്ട്. ആകയാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംശയിക്കാൻ സംശയിക്കാതെ വണ്ണം വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുന്നവർ ആകണം എന്നാണ് ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. സംശയിച്ചാൽ ഒന്നും പ്രാപിക്കുമെന്ന് നിരൂപിക്കരുത്, ഒന്നും ലഭിക്കില്ല എന്നുള്ളതാണ്. അടുത്തായിട്ട് യാക്കോബ് പറയുന്നത് ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു. യാക്കോബ് 1:8. എന്താണ് ഇരുമനസ്? ഒന്നിലും സ്ഥിരപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഇരുമനസ്സുള്ള വ്യക്തി. എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെടേണ്ട ഇടത്ത് പോലും സ്ഥിരപ്പെടാതിരിക്കുന്ന അല്ലെങ്കിൽ അസ്ഥിരതയുള്ള ഒരു വ്യക്തിയാണ് ഇരുമനസ്സെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു, സ്ഥിരതയില്ലാത്തവനാകുന്നു. കാരണം ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് സ്ഥിരതയില്ലാത്തവൻ ഏതെങ്കിലും വഴിയിലൂടെ പോയാൽ പറ്റുമോ? അപ്പോൾ സ്ഥിരതയോട് വേണം ഒരു കാര്യം ചെയ്യാൻ. അതുകൊണ്ടൊക്കെയാണ് പൗലോസിന്റെ ചില പ്രസ്താവനകളൊക്കെ നമുക്ക് പഠിപ്പാൻ കഴിയുന്നത്. ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ആർക്കും കഴിയില്ല. എത്ര ഉറപ്പായ സ്ഥിരതയുള്ള വിശ്വാസമാണ്, അല്ലെങ്കിൽ സ്ഥിരതയുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. അപ്പോൾ വിശ്വാസത്തിൽ സംശയിക്കാൻ പാടില്ല, ഇരുമനസ്സുണ്ടാകാൻ നമുക്ക് പാടില്ല, ഏത് വിഷയമായിരുന്നാലും. അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞത്, 2 തോണിയിൽ കാല് ചവിട്ടി നിങ്ങൾക്ക് എത്രത്തോളം മുൻപോട്ട് പോകാൻ കഴിയും? സാധ്യമല്ല. ആകയാൽ ഇരുമനസ്സ് നമ്മിൽ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുക. എന്താണ് ഇരുമനസ്സുണ്ടാകാൻ ഒരു കാരണം? ശരിയും തെറ്റും ഏതാണെന്ന് വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇരുമനസ്സുണ്ടാകാൻ ഒരു കാരണം. ശരി തിരഞ്ഞെടുക്കുന്ന ആൾക്ക് ഇതിനെ ഇരുമനസ്സുണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതാണോ ശരി, ഇതാണോ ശരി എന്ന് വ്യക്തമല്ലാത്തതുകൊണ്ടാണ് ഇരുമനസ്സുണ്ടാകുന്നത്. ആകയാൽ നാം ഇരുമനസ്സുള്ളവരാകാൻ പാടുള്ളത് അല്ല. കർത്താവിൽ എപ്പോഴും സ്ഥിരതയോടിരിപ്പാൻ നാം ഉത്സാഹിക്കണം, ഉറപ്പോടെ നിൽക്കുവാൻ നാം ഉത്സാഹിക്കണം. അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞത്, മണലിന്മേൽ വീട് പണിത മനുഷ്യൻ ബുദ്ധിഹീനൻ, എന്നാൽ പാറമേൽ വീട് പണിത മനുഷ്യൻ
ബുദ്ധിമാൻ. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ സംശയിക്കുന്നവരായി തീരാൻ ഇടവരാതെ, ഇരുമനസ്സുള്ളവരായി തീരാൻ ഇടവരാതെ, കർത്താവിൽ സ്ഥിരപ്പെടുവാൻ, ഉറയ്ക്കുവാൻ. ദാവീദ് ഒരിക്കൽ പറഞ്ഞല്ലോ, അതേ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവയുടെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? നമ്മുടെ മനസ്സ് കർത്താവിൽ ഉറപ്പിക്കുവാൻ, ധൈര്യമായി നിൽക്കുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവാൻ നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കായും അങ്ങേക്ക് സ്തോത്രം. എല്ലാവരെയും അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.